ഹോളി ഖുറാനിലെ ഇക്ര എന്ന ഫസ്റ്റ് റെവലേഷനായ വാക്ക് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആ വാക്കുകൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ശ്രീകൃഷ്ണനും ശ്രീരാമനും ജീസസും അള്ളാഹുവും ഒന്നാണ് എന്ന് കരുതിയാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇന്ന് രാജ്യത്ത് അല്ലെങ്കിൽ ഈ ലോകത്ത് എന്ന് പറയാതെ പറഞ്ഞ ആ അതീവ സൗന്ദര്യമാർന്ന ആ വാക്കുകൾ. സർ, ലെറ്റ് മീ ടെൽ യു വൺ തിങ്. വി ഗോട്ട് നോ പൊളിറ്റിക്സ്, ബട്ട് ലെറ്റ് മീ ടെൽ യു, ഇന്നു മുതൽ ഞാൻ താങ്കളുടെ പ്രസംഗങ്ങൾ കേൾക്കും. വളരെ സൗന്ദര്യമാർന്നതായിരുന്നു ആ പ്രസംഗം. പിന്നെ ശ്രീ ഡോക്ടർ ജയകുമാർ സർ, സൗന്ദര്യമാർന്ന വാക്കുകൾ രചിക്കാൻ കഴിവുള്ള ഇദ്ദേഹം. അങ്ങനെ തുടങ്ങി ഗുരുവായൂർ നടയിൽ ചെല്ലുമ്പോൾ അവിടെ നോക്കി നിന്നിട്ടുണ്ട് ആ സൗന്ദര്യമാർന്ന ശില്പം, അതിൻ്റെ സൃഷ്ടാവ്. അങ്ങനെ തുടങ്ങി ദൈവസിദ്ധമായ കഴിവുള്ള അഭിനയം എന്ന കഴിവുള്ള അപർണ വരെ ഇവിടെ ഉള്ളപ്പോൾ ലിറ്ററലി ഐ ഫീൽ സോ ഹംബിൾഡ്. എനിക്ക് എന്ത് കഴിവാണ് എന്ന് ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഒന്ന് പറയാം, എനിക്കെന്നല്ല, എൻ്റെ കൂടെയുള്ള യൂണിഫോം ഇട്ട എല്ലാവർക്കും ഒരു കഴിവുണ്ട്. ഈ ഭാരതത്തിനെ നോക്കി ആരെങ്കിലും ഒന്ന് കല്ലെറിഞ്ഞാൽ വേരോടെ പിഴുതെടുക്കും ഞങ്ങൾ. ഇത് ഞാൻ ഉറപ്പ് തരാം. ഈ ഒരു കഴിവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഇന്ത്യൻ ആർമിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിന്റെ ഒരു മുഖം മാത്രമാണ്. എന്നെക്കാട്ടിലും കഴിവുള്ളവരാണ് എൻ്റെ ഓരോ ജവാന്മാരും. നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാം. ഒരുപാട് ഫംഗ്ഷനിൽ വിളിക്കാറുണ്ട്, ഉദ്ഘാടനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പോവാറില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു വാട്സാപ്പ് മെസ്സേജും കണ്ടു. എന്തിന് പൊളിറ്റീഷ്യൻസിനെ വിളിക്കണം, എന്തിന് ഫിലിം ആക്ടേഴ്സിനെ വിളിക്കണം, ഇന്ത്യൻ ആർമി അവിടെ ഓഫീസേഴ്സ് ഉണ്ടല്ലോ അവരെയൊക്കെ വിളിക്കണം. സോറി, ലെറ്റ് മീ മേക്ക് ഇറ്റ് വെരി ക്ലിയർ. ഞങ്ങളുടെ പ്രയോറിറ്റി ഇൻഡിവിജ്വൽസ് അല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല. ഞങ്ങളുടെ പ്രയോറിറ്റി ഭാരതമാണ്. അത് മാത്രമേ ഉള്ളൂ. ഉദ്ഘാടനത്തിന് വിളിക്കേണ്ട എന്നാണ് പറഞ്ഞത്. കാരണം ഞങ്ങൾ ആരും വരാൻ പോകുന്നില്ല. ബിക്കോസ് their priorities are pretty different than that of yours. അപ്പോൾ ഇവിടെ വരാൻ കാര്യം മറ്റൊന്നും കൊണ്ടല്ല. ഹരികുമാർ എന്ന ഫിലാന്ത്രോപ്പിസ്റ്റ് ഫാമിലി ഫ്രണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഹംബിൾനെസ് അത് എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണുന്നത് ദുബായിൽ വെച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫംഗ്ഷനിൽ അവിടെ വെച്ച് കണ്ടിരുന്നു. അവിടെയും എല്ലാം ഓർഗനൈസ് ചെയ്തിട്ട് എനിക്ക് സീറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇപ്പോഴും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ഇവിടെ മാറിയിരിക്കുകയായിരുന്നു. അങ്ങനെ നിസ്വാർത്ഥമായ സ്നേഹത്തിന് പകരം വെക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്തത് കൊണ്ട് ഈ മതി കദശനം അതീവ മൂല്യം കൊടുപ്പാനും തന്നെ ഞാൻ ഇനൊന്നും കൊണ്ടും മതിയാകയില്ലെന്നായി വന്നിരിക്കുന്നു എന്നുള്ള അവസ്ഥയിൽ ഞാൻ എത്തിയത് കൊണ്ട്, ഈ സ്നേഹത്തിന് പകരം വെക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഞാൻ ലീവ് എടുത്ത് ഇവിടെ ഈ വേദിയിൽ അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം വന്നത്. താങ്ക് യു ഫോർ ഹിസ് ഫിലാന്ത്രോപ്പിസ്റ്റ് മെന്റാലിറ്റി വിച്ച് ഈസ് ഹെൽപ്പിംഗ് ദിസ് സൊസൈറ്റി എ ലോട്ട്. പിന്നെ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. പല സിവിലിയൻസ് ബേസിക്കലി എൻ്റെ സുഹൃത്തുക്കളാണേലും ആരാണേലും അവർ ചോദിക്കുകയുണ്ടായി, നിങ്ങളൊക്കെ ആർമിയിലും ഡിഫൻസ് ഫോഴ്സസിലും ഒക്കെ ആണല്ലോ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, രാജ്യം ഇത്ര ഭീകരമായ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു പലരും, പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ബസ് വേർഡ് വാസ് ടെററിസം. വി ഓൾ നോ ഹൂ ആർ ദ പെർപെട്രേറ്റേഴ്സ് ഓഫ് ടെററിസം. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് ലെറ്റ് മീ ടെൽ യു വൺ തിങ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നിങ്ങൾ 3 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, നാർക്കോ ടെററിസം. നർക്കോട്ടിക്സ് കൊണ്ടുള്ള ടെററിസം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. രണ്ടാമത്, OGWs അല്ലെങ്കിൽ സ്ലീപ്പർ സെൽസ് എന്ത് ചെയ്യും എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ രാജ്യത്തോട്. മൂന്നാമത്, സൈക്കോളജിക്കൽ വാർഫെയർ. ഒരു രാഷ്ട്രം എങ്ങനെ മറ്റൊരു രാഷ്ട്രത്തിന്റെ പുറത്ത് നടത്തും, നമ്മൾ എന്തിനെ എക്സ്പെക്ട് ചെയ്യണം എന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചുരുക്കത്തിൽ പറയാം, നാർക്കോ ടെററിസം, നർക്കോട്ടിക്സ്, നിങ്ങൾ വാങ്ങിക്കുന്ന ഒരു കഞ്ചാവ് പൊതിയോ അല്ലെങ്കിൽ MDMAയോ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ ടെററിസത്തിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്.
കാരണം അതിന്റെ പൈസ പോകുന്നത് ടെററിസത്തിലേക്കാണ്. അതാണ് നാർക്കോ ടെററിസം. അതിന് വേറെയും മീനിങ് ഉണ്ട്. ബട്ട് നിങ്ങളുടെ ലെവലിൽ ഇത്രയുമെങ്കിലും മനസ്സിലാക്കിയിരിക്കണം, നിങ്ങളും ടെററിസ്റ്റായി മാറുകയാണ്. ആ കഞ്ചാവൂതി അല്ലെങ്കിൽ ആ നർക്കോട്ടിക് സിന്തറ്റിക് ഡ്രഗ് നിങ്ങളുടെ കയ്യിൽ വെക്കുമ്പോൾ നിങ്ങൾ സ്വയം ചിന്തിക്കണം, നിങ്ങൾക്ക് ടെററിസ്റ്റ് ആവണോ വേണ്ടയോ എന്ന്, രാജ്യദ്രോഹി ആകണോ വേണ്ടയോ ഡ്രഗ് വാങ്ങിച്ച് എന്ന്. അത് നിങ്ങളിലേക്ക് ഞാൻ വിടുന്നു. നർക്കോട്ടിക് ടെററിസം എന്താ, നാർക്കോ ടെററിസം എന്താണെന്ന് പോയി വായിക്കണം. വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഡ്രഗ് എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ ഈ സമൂഹത്തിൽ അനുവദിക്കില്ല എന്ന്. രണ്ടാമത് ഞാൻ പറഞ്ഞത് സൈക്കോളജിക്കൽ വാർഫെയർ. രണ്ടാമത് ഞാൻ പറഞ്ഞത് OGWs ആണ്, ഓവർഗ്രൗണ്ട് വർക്കേഴ്സ്, അല്ലെങ്കിൽ മലയാളികൾക്ക് പരിചയമുള്ള വാക്കാണ് സ്ലീപ്പർ സെല്ലുകൾ എന്നുള്ളത്. കഴിഞ്ഞ ആഭ്യന്തര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഒരു രാഷ്ട്രത്തിന് പ്രശ്നമുണ്ടാകുമ്പോൾ OGWs അല്ലെങ്കിൽ സ്ലീപ്പർ സെൽസ് ആക്ടിവേറ്റഡ് ആകും. അത് നമ്മളുടെ ഇടയിൽ തന്നെ ഉള്ളവരാകും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരാകും. ഇവരെന്ത് ചെയ്യും എന്ന് വെച്ചാൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ തകർക്കാൻ ശ്രമിക്കും രാജ്യത്തിന്റെ. അതായത് സെൽഫോൺ ടവറുകൾ നശിപ്പിക്കാൻ ശ്രമിക്കും, അണ്ടർഗ്രൗണ്ട് കേബിൾസ് തകർക്കാൻ ശ്രമിക്കും, ഇലക്ട്രിസിറ്റി വിച്ഛേദിക്കുവാനും ആ ടവറുകൾ തകർക്കാനും ശ്രമിക്കും. അങ്ങനെ തുടങ്ങി റോഡുകൾ കുഴിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ തുടങ്ങി ഇന്റേണൽ ഡാമേജസ് ഉണ്ടാക്കാൻ ഉള്ള ഒരു വിഭാഗമായി നിങ്ങൾ തൽക്കാലം OGWsനെ അല്ലെങ്കിൽ സ്ലീപ്പർ സെൽസിനെ കരുതണം. മറ്റ് ഇംപ്ലിക്കേഷൻസ് ഉണ്ട് ഇവരെ കൊണ്ട്. ബട്ട് നിങ്ങൾ ഇത്രയെങ്കിലും കരുതിയിരിക്കണം. നിങ്ങൾ അറിയണം, ഇത്രയുമെങ്കിലും അവർ ചെയ്തിരിക്കും. രാജ്യം ഒരു ദുഷ്കരമായ ഘട്ടത്തിലൂടെ പോവുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കമ്മ്യൂണൽ പോലീസിംഗ്, കമ്മ്യൂണിറ്റി പോലീസിംഗ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. എല്ലാം പോലീസിന് വിട്ടുകൊടുക്കരുത്. കാരണം അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലായിടത്തും ഓടിയെത്താൻ അവരെ കൊണ്ട് കഴിയില്ല. നിങ്ങൾ ഭാരതത്തിന്റെ സോൾജേഴ്സായി മാറണം ആ നിമിഷം. അതാണ് നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. മൂന്നാമതായി പറഞ്ഞത് സൈക്കോളജിക്കൽ വാർഫെയർ ആണ്. നിങ്ങളുടെ അതിന് സിമ്പിൾ എക്സാമ്പിൾ ആണ് നിങ്ങളുടെ വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ടെലിഗ്രാമും ഒക്കെ. ഞങ്ങൾക്കിതൊക്കെ ബാൻഡാണ്, ഞങ്ങൾക്കിതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. വാട്സാപ്പ് ഉപയോഗിക്കാം, അത്രയേ ഉള്ളൂ. ബാക്കിയൊന്നും ഞങ്ങൾ ആരും ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് ബാൻഡാണ്. അപ്പോ പറഞ്ഞു വന്ന കാര്യം, ഈ നിങ്ങൾക്ക് വരുന്ന ഫോർവേഡഡ് മെസ്സേജസ് നിങ്ങളത് കാണുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം, ഇത് ആന്റി ഇന്ത്യ സെന്റിമെന്റ്സ് ഉള്ളതാണോ എന്ന്. അവിടെ വെച്ച് തന്നെ നിങ്ങൾ അതിനെ ഫോർവേഡ് ചെയ്യുന്നത് നിർത്തണം. അനാവശ്യമായ ഒരു മെസ്സേജസും നിങ്ങൾ ഫോർവേഡ് ചെയ്യില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയാൽ നിങ്ങൾ രാജ്യം പകുതി സൈക്കോളജിക്കൽ വാർഫെയർ ജയിച്ചു എന്ന് കരുതാം. എവിടെ വെച്ച് നിങ്ങൾ ആന്റി ഇന്ത്യ സെന്റിമെന്റ്സ്, ആന്റി നാഷണൽ സെന്റിമെന്റ്സ് അല്ലെങ്കിൽ ആന്റി ഡിഫൻസ് സെന്റിമെന്റ്സ് കാണുന്നുവോ ഒരു മെസ്സേജിൽ, അവിടെ വെച്ച് അത് ബ്ലോക്ക് ചെയ്യുക, അവിടെ വെച്ച് അത് റിപ്പോർട്ട് ചെയ്യുക. There we will win the war of psychological warfare. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ 3 കാര്യങ്ങളെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ രാജ്യത്തിന് ഞങ്ങൾ ചെയ്യുന്ന പോലെ തന്നെയുള്ള കോൺട്രിബ്യൂഷൻ ആണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യാനാവുക. ഇത്രയും വളരെ സുദീർഘമായ അർത്ഥവത്തായ പ്രസംഗങ്ങൾ കേട്ടതാണ്. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല എന്നെനിക്കറിയാം. ഈ വീട് കിട്ടിയവരോട് ഒന്ന് പറയാനുള്ളൂ, ഹരികുമാരേട്ടനെ പോലെയുള്ളവർ ഉള്ളത് കൊണ്ട്, ഇതുപോലെയുള്ള വണ്ടർഫുൾ ഫിലാന്ത്രോപ്പിസ്റ്റ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും സുന്ദരമായ വീടുകളിൽ കയറാം. എന്നാൽ ഞാനൊന്ന് ഉറപ്പു തരാം, എന്നെ പോലെയുള്ള, ഞാനെന്ന് പറയില്ല, എന്നെ പോലെയുള്ളവർ ഒരുപാട് പേർ, ഇൻക്ലൂഡിങ് BSF ആൻഡ് CRPF, എയർഫോഴ്സ്, നേവി, ഇവരൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആ ഭവനങ്ങളിൽ കയറി സുഖമായി ഉറങ്ങാം. അത് ഞങ്ങളുടെ ഉറപ്പാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാം അതിൽ.